വയനാട് പുൽപ്പള്ളി വെള്ളുക്കൊല്ലിയിൽ കടുവയുടെ സാന്നിധ്യം. വനത്തോട് ചേർന്ന പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് കടുവയിറങ്ങി. സ്ഥലത്ത് പലയിടത്തും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തു. കമൽ വിവരങ്ങൾ നൽകും. കമൽ, കടുവയുടെ സാന്നിധ്യമുണ്ട്, കാൽപ്പാടുകൾ നിരന്തരമായി കണ്ടെത്തുന്നു. വലിയ ഭീതി നാട്ടുകാർക്കുണ്ട്. എന്ത് നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? മാധു, ഈ വെളുകൊല്ലി എന്ന് പറയുന്നത് ഒരു വനഗ്രാമമാണ്. വനത്തിലൂടെ സഞ്ചരിച്ചെത്തേണ്ട ഒരു സ്ഥലമാണ്. ചുറ്റും വനമാണ്. ഈ കടുവയെ കണ്ട സ്ഥലത്തിന് തൊട്ടടുത്ത്, അത് വനം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ്. പക്ഷേ അതിന് അല്പം മാറി ജനങ്ങൾ, ആദിവാസികളും പരമ്പരാഗത ആളുകളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കടുവയെ കാണുന്നത് ഒരു അസാധാരണ സംഭവമല്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ വളർത്തുമൃഗങ്ങളെ വേട്ടയാടുകയോ ജനജീവിതത്തിന് ഭീഷണിയാവുകയോ ചെയ്താൽ തുടർ നടപടികൾ ആവശ്യമായി വരും. എന്തായാലും വനം വകുപ്പ് അവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. കാൽപ്പാടുകളൊക്കെ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. മാത്രമല്ല, കടുവയുടെ ഒരു ചിത്രം തന്നെ പുറത്തു വരികയും ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് കടുവ പ്രദേശത്ത് എത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ അത് കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. പക്ഷേ ജനവാസ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. അതിന് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. വെളുകൊല്ലിയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തുടർ നടപടികളുമായി വനം വകുപ്പ് രംഗത്ത് എത്തിയിട്ടുണ്ട്.